ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചെന്നിത്തല മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാനൊരുങ്ങി UDF. ഇതിന്റെ ഭാഗമായി UDF എംപിമാർ ഇന്ന് രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. VC നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. നിയമം പാലിക്കാൻ പറയുന്നതിന് പകരം നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യാമെന്ന് കോടതി പറയുന്നത് ശരിയല്ലെന്നും ചാൻസലർ കൂടിയായ ഗവർണർ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം അരങ്ങേറി. കണ്ണൂർ പാറാട് നടുറോഡിൽ ഏറ്റുമുട്ടിയ CPM ലീഗ് പ്രവർത്തകർ പരസ്പരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലും സംഘർഷം ഉണ്ടായി. കൊച്ചി കോർപ്പറേഷനിലെ ആധികാരികമായ വിജയത്തോടെ മേയർ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, PK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. വിവാദങ്ങളില്ലാതെ മേയറെ പ്രഖ്യാപിക്കുമെന്നാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാദ് പറയുന്നത്.